ട്രീ. ട്രീയുടെ സ്പെല്ലിംഗ് അങ്ങനെടാ. അത് 3 അല്ലേ? എന്തൊക്കെയാടാ എഴുതുന്നത്? എല്ലട കുട്ടിയെ, അനക്ക് എന്തേലൊക്കെ പോയി പഠിച്ചൂടെ? എന്ത് മുമ്പോയിൽ നോക്കിലിരിക്കില്ല? എന്ത് അച്ഛനെ പോലെ ഇരിക്കേണ്ടി വരും. പിന്നെ പണിക്കും പോവാതെ അത് കിട്ടുന്ന ജോലി ഇങ്ങനെയൊക്കെ ആയിരിക്കാരട്ടാ. മറക്കണ്ട, പഠിച്ചെന്തേലൊക്കെ നേടാൻ നോക്കിക്കോ. അങ്ങനെ അമ്മയുടെ പൊന്നാണ് കേട്ടാ. ആ അവിടെ പോയിക്കോട്ടെ. എന്തൊരു ചിരി 4600 പറഞ്ഞിട്ട്. ഇവിടെ ഇങ്ങനെ എടുത്തച്ചിക്കാൻ 4600. എന്റെ തന്തപ്പ കുറച്ചേരം കഴിഞ്ഞാ വരും. പുള്ളിയോട് പറഞ്ഞോ. ആ എന്റെ അടുത്ത് തന്നെ പൈസ തരല്. അതിന് ഓ ആ വന്നിക്കണ്. ചെല്ലി എന്താന്ന് വെച്ചു അതിലുണ്ട് നിങ്ങൾ ചോദിച്ച സാധനമൊക്കെ കൊണ്ടുവച്ചാളാ. അച്ഛന്റെ പണി സാധനങ്ങളും തുണിയാണ് എന്നാണ് ആത്തിക്ക്. അവിടെ അലമാര കൊണ്ടക്ക്. ആ പട്ടുസാരിയുടെയും സ്വർണത്തിന്റെ കിടയില് കൊണ്ടക്ക്. അച്ഛൻ പട്ട് പോലെ നോക്കണതാ. ഒടയണ്ട. ഇങ്ങനെ പരിഹസിക്കണ്ട. അത് പട്ടുസാരിയുടെ ഇടയിൽ കൊണ്ടാക്കണല്ല, എന്റെ കുറച്ച് മുഷിഞ്ഞ തുണിയാണ്. ഞാൻ നനച്ചിട്ട് വന്നൂടെ? നിങ്ങക്ക് എന്താ പണി? ആ കുളത്തിന്റെ അടുത്ത് കൂടെ അല്ലേ വരുന്നത്? അവന്ന് നനച്ചിട്ട് ഒന്ന് കുളിച്ചു വന്നൂടെ? എന്തൊരു നാറ്റാത്. എല്ലാ പണിക്ക് പോയ ആൾക്കാരും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ? അല്ലാണ്ട് ഇങ്ങനെ വൃത്തിമുടപ്പില്ലാണ്ട് വരുന്നത്. അങ്ങനെ പഠിക്കണ ചെക്കൻ നേരം പോലെ, അല്ലെങ്കിൽ തന്തടെ പോലെ അങ്ങനെ 8ഉം 10ഉം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. പണിക്ക് പോയാല് വയർക്കും കുറച്ച് മാറ്റൊക്കെ ഉണ്ടാവും. അത് വീട്ടിൽ വന്ന് കുളിക്കാനല്ലേ നമ്മളെ വീടുള്ളത്. ഞാൻ അതല്ലേ ഇങ്ങോട്ട് പിന്നെ കുളിച്ച് കേറിയാ പോരെ ഇങ്ങോട്ട്. ഇത് എന്തൊരു വാടേത്. നിർത്തോ. അച്ഛൻ വന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. റൂമിലോട്ടൊക്കെ ഇങ്ങനെ കയറി വരുമ്പോ മനുഷ്യന്മാര് കിടക്കണ റൂമല്ലേ. കുട്ടിയെ പഠിക്കങ്ങട്ട് നല്ലോണം എഴുത്. പോയി പഠിക്കണ ചെക്ക എന്തെങ്കിലൊക്കെ. ഈ പ്രാവശ്യം 10ാം ക്ലാസ് ആണ്. ഇല്ലേ കാണാ അടുത്ത കൊല്ലം മുതൽ കല്ലട്ട് പണിക്കോ വല്ല മേക്കാട് പണിക്കൊക്കെ പോകേണ്ടി വരും. കൊട്ടക്കണക്കിൽ ഇങ്ങനെ കോരി കൊടുന്ന് വെച്ചിക്കല്ലേ. പഠിച്ചില്ലേ? പിന്നെ ഈ എന്നോടുള്ള ദേഷ്യം കുട്ടികളോട് തീർക്കല്ലേ സ്നേഹ. നിങ്ങളോടുള്ള ദേഷ്യം നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞ ഈ സാഫിൽ നിന്നൊക്കെ പൈസ എടുക്കാന്? ഒരു 4-5 എണ്ണത്തിൽ നിന്ന് പൈസ എടുത്തിട്ട് ഇന്ന് ആ പെണ്ണുങ്ങൾ എല്ലാരും കൂടി വന്ന് മനുഷ്യനെ നാണം കെടുത്തി. നിനക്ക് എന്തെങ്കിലും പറയണ്ട? നിനക്ക് എന്തെങ്കിലും പറയണ്ട കാര്യത്തില്? ഞാൻ നാണം കെട്ടതിന് അതിരുണ്ടോ? നമ്മളെ ആവശ്യത്തിന്, നമ്മളെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിട്ട് എടുത്തതല്ലേ. അത് തിരിച്ചടക്കുകയും ചെയ്യണ്ടേ? തിരിച്ചടക്കേണ്ട നേരത്തെ മുങ്ങിയാലെങ്ങനെയാ? നിങ്ങൾക്ക് കള്ളുടിക്കാനും നിങ്ങളുടെ പെങ്ങന്മാർക്ക് ഓരോന്ന് കൊടുക്കാനൊക്കെ ഇങ്ങനത്തെ കാശ് വെച്ചാറുണ്ട്. അതൊക്കെ ആരെങ്കിലും വാങ്ങി തന്നപ്പോ എപ്പോഴെങ്കിലും കുട്ടിയാളം വിളിച്ച് ഇതൊന്നും പറഞ്ഞിട്ട് വെറുതെ ഇതാക്കല്ലേ. എനിക്കൊന്നും അറിയാതെ കേട്ടോ. ഈ നോക്കണ്ടല്ലോ എത്ര ഇല്ലെങ്കിലും നോക്കങ്ങനെ ഓടണത്. ഞാനത് അടയ്ക്കാത്തോണ്ടാണ് നമുക്ക് അടക്ക്. അതൊരു കൂലിപ്പണിക്കാരനല്ലേ ഞാൻ. എനിക്ക് എപ്പോഴെങ്കിലും ഒക്കെ പണി ഉണ്ടാവില്ല അങ്ങനെ. എന്നാലും നിങ്ങൾക്ക് ഞാൻ ഒരു പട്ടിണി ഇല്ലാതെ ഇവിടെ നോക്കുന്നു. കൂലിപ്പണിക്കാരനോട് ആരെ പറഞ്ഞ മൈക്രോ ഫിനാൻസിൽ പൈസ എടുക്കാന്? അത് അപ്പൊ കിട്ടിയപ്പോ അതുകൊണ്ട് എടുത്ത്. അല്ലാണ്ട് അപ്പൊ തിരിച്ചടക്കാൻ ഒരു ബാധ്യത ഇല്ലേ? ഞാൻ തിരിച്ചടക്കില്ലല്ലോ. ഇയാളെ കൊണ്ട് അനക്ക് എന്തെങ്കിലും കുളിച്ച് കഴിഞ്ഞിട്ട് വരണ്ട. മനുഷ്യന് മൊത്തത്തിൽ ഇവിടെ ഛർദിക്കാൻ വരുന്നുണ്ട്. കുളിക്കൂല, നനക്കൂല. ശരി എന്നാ ഞാൻ കുളിക്കുക. ഞാൻ പോയിക്കോളാം. ഞാൻ അതന്നെ നല്ലത്. ഒന്ന് പോവോ മനുഷ്യന് സമാധാനത്തിന്. നാശം പിടിക്കാനായിട്ട് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കയറി വന്നു അന്ന് തൊട്ട് തുടങ്ങിയ ഇടങ്ങറാക്ക്. നാശം പിടിച്ച ജന്തു. അമ്മ എന്തിനാ അമ്മ അച്ഛനോട് ഇങ്ങനെ ചൂടാവുന്നേ? അച്ഛൻ പോയില്ലേ? എത്ര പണിയെടുത്തിട്ടാ വന്ന്? ക്ഷീണിച്ചിട്ടാ വന്ന്. പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടേ? ഇപ്പൊ പറയാൻ പറ്റിയ സന്ദർഭത്തിലാ പറയണ്ടേ, അല്ലാണ്ട് തോന്നുമ്പോണ്ട് പറയാ. എങ്ങടെ പോയി നോക്കി എങ്ങനെ അറിയാം? നിങ്ങളല്ലേ ആട്ടിട്ട് നിങ്ങൾ പോയി നോക്കി. ഒരു ബ്ലോക്ക് കഴിഞ്ഞ മനുഷ്യനല്ലേ, നിങ്ങൾക്ക് അറിയില്ലേ?
പോയാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ഒന്ന് ചെന്ന് നോക്കി നോക്ക്. പോയി നോക്കിക്കോ, ഒന്നും ചെയ്യാം. ആ ഇടവേളെങ്കിലും ഉണ്ടാവൂടെ, ഒന്ന് പോയി നോക്കി. പോയി നോക്കി നിങ്ങൾക്കല്ലേ വിഷയം. പോയി നോക്കി ഇവിടെ ഞാൻ ആ വിഷമത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. തോന്നിയാ കുറച്ചറിയാം. വാടാ ഒന്ന് പോയി നോക്ക. വാടാ. വരാ. ഇതെടാ അച്ഛൻ. അച്ഛൻ എന്താ ഇവിടെ ഇരിക്കുന്നേ? എന്നിട്ട് വായോ. വരാടാ. ഞങ്ങൾക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അതാടാ അപ്പൊ ഭക്ഷണം കഴിച്ചാ? ഭക്ഷണം കഴിക്കാൻ അച്ഛൻ വരണം. അച്ഛൻ വാ. അച്ഛൻ വരാം ഭക്ഷണം കഴിക്കും. നിങ്ങൾ നടക്കേ അച്ഛൻ വരാ നടന്നോ. ആയിക്കോട്ടെ എന്താണ് വരാ അച്ഛൻ ഭക്ഷണം കഴിക്കല്ലേ. പൊക്കോളം അച്ഛൻ വരാ. ഒന്നുകൂടെ പണങ്ങി വന്നിരിക്കാം. എന്റെ ഫോണ് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണേ. ഞാനത് ഓണാക്കി വെച്ചിട്ട് എന്താ കാര്യം? എനിക്കാരോടും പണക്കൂല്ല, ഒന്നുമില്ല. ഭക്ഷണം കഴിക്കാം. എന്ത് കാര്യത്തിന് ഈ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ ഇങ്ങനെ വഷളാക്കണത്? ഒന്നുമില്ല, ഞാൻ ഒരു അച്ഛനല്ല അവരുടെ. കുട്ടികൾ ഇത് കണ്ടിട്ടല്ലേ പഠിക്കുക. ഈ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് ഈ കളറുമുണ്ടും ഇതേപോലത്തെ ബനിയനും ഇതൊക്കെ ഇടാനേ അറിയുള്ളൂ, ഇതിട്ടിട്ട് നടക്കാനേ അറിയുള്ളൂ. അതുപോലെ പണി മാറ്റിയിട്ട് കുളിച്ചിട്ട് വീട്ടിൽ കയറി വരണം, അങ്ങനെയൊന്നുമില്ല. നമ്മളെ വീടല്ലേ. ഞാൻ നിങ്ങളെന്നെ സ്നേഹിക്കണ പോലെ നിങ്ങൾ ഇനിയും സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചില സമയത്തൊക്കെ വല്ലാതെ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾ ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ മാറ്റിയിട്ട് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ നടന്നു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ പാൻറ്റും സൂട്ടും കോട്ടും ഇട്ടിട്ട് നടക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഞാൻ നടന്നു കഴിഞ്ഞാൽ ഞാനല്ലാണ്ടേവും. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, സാധാരണക്കാരനാണ്. ഇന്നെ പോലത്തെ ആൾക്കാർക്കും വേണ്ട ഇവിടെ ജീവിക്കുക. ഇന്നെ പോലത്തെ ആൾക്കാർ ഇവിടെ ജീവിക്കണില്ലേ? കല്യാണം കഴിച്ച് കുട്ടികളും ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് ജീവിക്കണില്ലേ? അത് ഈ ഒന്ന് മനസ്സിലാക്കണ്ട. അല്ല, കേൾക്കുമ്പോ വലിയ സങ്കടമുണ്ട്. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ലോണും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ നമ്മളെ അടച്ചാണ്ട് തീരും, കടം വീട്ടിയാൽ തീരുന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ വായയിൽ നിന്ന് പോണ ഒരു വാക്കുകളുണ്ടല്ലോ, അതൊരിക്കലും തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റൂല. അത് മനസ്സിലാക്കണം. അത് കുട്ടികളാണ് കേൾക്കുന്നത്, രണ്ടും ആൺകുട്ടികളാണ്. അവറ്റങ്ങൾ നാളെ നമ്മളെ നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇവറ്റങ്ങൾ ഇതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ മക്കളെ ഞാൻ ഇന്നെ പോലെ ഒരു പണിക്കാരനാക്കില്ല, ഒരു കൂലിപ്പണിക്കാരനാക്കണില്ല. കാരണം എൻ്റെ കൂലിപ്പണി മോശമാണ് വെച്ചിട്ടല്ല, എല്ലാ പണിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു മാന്യത ഉണ്ട്. എന്നാലും അവരെ ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പഠിപ്പിക്കാനും ഇങ്ങനെയുള്ള ആവശ്യത്തിനും വസ്ത്രത്തിനും ഭക്ഷണത്തിനും ഒക്കെ തന്നെയാണ് ഞാൻ ഈ കടം വാങ്ങണത്. അപ്പൊ ഈ എന്നെ മനസ്സിലാക്കണം. നമ്മൾ പരസ്പരം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ലോകത്ത് ആരാ മനസ്സിലാക്കുന്നേ? ഇന്നെ ഈ മനസ്സിലാക്കണ്ടേ, ഞാൻ എന്നെ മനസ്സിലാക്കണില്ലേ? അല്ലാതെ പിന്നെ ആരാ നമ്മൾ പരസ്പരം മനസ്സിലാക്കുക? എങ്ങനെ സങ്കടം ഉണ്ട് ഇതൊക്കെ. ഇനി ഞാൻ അങ്ങനൊന്നും പറയില്ല. നടക്കുന്ന